heartiest greetings to the guests on stage, most being my students. I am very happy to see that and it is my dream. It was the most important day I have ever in mind. ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, അതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് ഒന്ന് തുടങ്ങി വെച്ചത്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന സഞ്ചരിക്കുന്ന കുട്ടികളെ ഒരു നല്ല നാളേക്ക് നിങ്ങൾ വളരാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങളുടെയും അധ്യാപകരുടെ എല്ലാം മുന്നിൽ ഒരുപാട് പ്രതീക്ഷകളും സങ്കല്പങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകാം. എന്തായിരിക്കും ഇവിടെ പഠിപ്പിക്കുന്നത്, എങ്ങനെയായിരിക്കും ഇവർ നമ്മളോട് പെരുമാറുന്നത് എന്നൊക്കെ അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ എങ്ങനെ അവരോട് പെരുമാറണം, അത് വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കുട്ടിക്ക് നിങ്ങളോട് ഒരു സ്നേഹം തോന്നിയാൽ ആ കുട്ടി പിന്നെ നിങ്ങളെ പുറകെ തന്നെ ഉണ്ടാവും എപ്പോഴും. പക്ഷേ ഒരു കുട്ടിക്ക് നിങ്ങളോട് ചെറിയ തരത്തിലൊരു നീരസം തോന്നിയെങ്കിൽ അവിടെ തുടങ്ങി നിങ്ങളുടെ നാശകാലം. കാരണം ആ കുട്ടിയെ നിങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും നിങ്ങളുടെ ആ ഒരു ഇതിലേക്ക്, നിങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കുക. അപ്പൊ അതായിരിക്കണം നിങ്ങൾ ആദ്യം തന്നെ ശീലിക്കേണ്ടത്. കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു നല്ലൊരു കാര്യം. ഇപ്പോൾ മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, നമുക്ക് അറിയണം. മലയാളം പഠിച്ചേ തീരും. എവിടെ ചെന്നാലും പിന്നെ ഇംഗ്ലീഷ് ആവശ്യമാണ്, അത് ആ കാര്യം പറയാം. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം, അതൊരു ലാംഗ്വേജ്, ഒരു ഭാഷയായിട്ട്. പക്ഷേ മലയാളത്തിന് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ മലയാളികളാണ്, നമ്മുടെ രാജ്യം മലയാള രാജ്യമാണ്, ഭാരതമാണ്. അതെപ്പോഴും ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഇവിടെ ഇരിക്കുന്നവരും മുന്നിലിരിക്കുന്നവരൊക്കെ എൻ്റെ കുട്ടികളാണ്, എൻ്റെ സ്റ്റുഡൻസ് ആണ്. ഒരുപാട് പേരെ 10-32 കാലം പഠിപ്പിച്ച ഒരു ചരിത്രമാണ് എനിക്കുള്ളത്. ഇപ്പോൾ പെൻഷൻ പറ്റിയിട്ട് കുറെ കാലമായെങ്കിലും എനിക്ക് എന്നെ പഠിപ്പിച്ച കുട്ടികളുടെ കൂട്ടത്തിൽ എപ്പോൾ സന്ദർഭം കിട്ടുന്നു അപ്പോഴെല്ലാം ഞാൻ ആ സന്ദർഭം ഉപയോഗപ്പെടുത്താറുണ്ട്. അതാണ് ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ശശി ഇട്ടപ്പോൾ തന്നെ ഞാനൊരു സംശയം ചോദിച്ചാണ്, ശശി നമുക്കവിടെ വന്നാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ശശിയുടെ റിപ്ലൈ എന്നെ അത്ഭുതപ്പെടുത്തതായിരുന്നു. മോസ്റ്റ് വെൽക്കം BTF. അതായിരുന്നു ഞാൻ കണ്ട ഒരു പിന്നെ നല്ല എഴുത്ത്. അപ്പോൾ പിന്നെ എനിക്ക് സംശയമില്ല, അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ പിന്നെ ക്ഷണിക്കപ്പെടണം എന്നൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ട് പറയും. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മുടെ എല്ലായിടത്തും കയറി ചെല്ലേണ്ട സ്ഥലം നമുക്കറിയാം. നമ്മൾ ഇന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകണം, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അവിടെ നമ്മൾ ക്ഷണിച്ചോ അല്ലെങ്കിൽ വലിയ സ്ഥാനത്ത് എത്തിയോ ഒന്നും ഞാൻ നോക്കാറില്ല. അതുപോലെ ആയിരിക്കും എല്ലാവരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു അല്പത്വം അല്ല, നമ്മളെപ്പോഴും നമ്മളെക്കാൾ അറിവുള്ളവരാണ് മറ്റുള്ളവർ എന്നൊരു ചിന്ത നമ്മുടെ ഒരു മനസ്സിലുണ്ടായാൽ നമുക്ക് വീണ്ടും അറിവ് നേടാനുള്ള ഒരു ത്വര നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഒരു പോളിസി. എനിക്ക് ഒന്നും തന്നെ അറിയില്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ ശശിയുടെ ക്ലാസ്സിൽ മിക്കവാറും എല്ലാ ക്ലാസ്സിലും പോയിരിക്കും. എവിടെ ക്ലാസ്സിൽ പോയാലും എനിക്ക് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ അതൊന്നും പങ്കുവെക്കാനുള്ള സമയമല്ലല്ലോ ഇപ്പോൾ. ഞാൻ അങ്ങനെയാണ് ആ ശശിയുടെ ക്ലാസ്സിലോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു അടുപ്പം എനിക്ക് എന്തെങ്കിലും കിട്ടും, എനിക്ക് എന്തായാലും കിട്ടും, അതെനിക്കറിയാം, ഉറപ്പുണ്ട്. പക്ഷെ എൻ്റെ കൊച്ചുമക്കളും അതുപോലെ നിങ്ങളെ കൊച്ചുമക്കളും അതൊക്കെ കേൾപ്പോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നമ്മുടെ വഴിയിലേക്ക് വരുത്താൻ സാധിക്കണം. അപ്പൊ ഈ BTM സ്കൂളില് എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എല്ലാവരും മറ്റുള്ള മൂത്തവരോട് ബഹുമാനം കാണിക്കണം. അതേസമയം കളികളിൽ ഏർപ്പെടണം, ചിരിക്കണം, കളിക്കണം. ചിരിയിലൂടെ കളിയിലൂടെ ഉയരണം, പഠിക്കണം, ഉയർന്നു വരണം. ജീവിതത്തിന്റെ ഏറ്റവും നല്ല
തൊഴിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ. ഏറ്റവും ഉയർന്ന പദവികളിലേക്ക് നിങ്ങൾ എത്തട്ടെ. ഒരുപാട് പേര് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ലോകം മുഴുവനുണ്ട്. എവിടെ ചെന്നാലും ഈ അധ്യാപകരോട് കാണിക്കുന്ന ആ ബഹുമാനം അത് മറ്റൊരു പദവിക്കും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാഷ ടീച്ചർ എന്നല്ലാണ്ട് ഒരു പോലീസുകാരൻ വിരമിച്ചാൽ പോലീസ് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ എന്നൊന്നും വിളിക്കുന്നത് ആരും കേട്ടിട്ടില്ല. പക്ഷേ ഒരു ടീച്ചറോ വഴി പോകുന്നുണ്ടെങ്കിൽ മാഷോ ഉടനെ ആ കുട്ടികളെ വായിൽ നിന്ന് മാഷ് ടീച്ചറെ എന്നൊക്കെയാണ് വരിക. അപ്പൊ ആ ഒരു പദവി, ആ ഒരു ടീച്ചർ എന്നുള്ള ആ ഒരു പദവി വളരെ പരിപാലനമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും വളരെയധികം ബഹുമാനത്തോട് പെരുമാറുക, നല്ലവണ്ണം പഠിക്കുക, നല്ലവണ്ണം കഴിക്കുക, ഉല്ലസിക്കുക. നല്ല ഭക്ഷണം ഉമ്മ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പഠിക്കുക. പുറത്തു പോകണം അത്യാവശ്യം, അതെപ്പോഴെങ്കിലും. അല്ലാതെ ഭക്ഷണം നിങ്ങളുടെ വീട്ടിലെ ചുറ്റുപാടിൽ തന്നെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ എപ്പോഴും മനസ്സിലാക്കണം. എന്നാൽ തന്നെ നമ്മുടെ ആരോഗ്യം ഒരു 100% ഉറപ്പാകും. പിന്നെ കൂടുതൽ സമയം നിർത്തിപ്പോകുന്നില്ല, കാരണം സമയം അതിക്രമിച്ചു. കുട്ടികൾക്കെല്ലാം രസിക്കാൻ തുടങ്ങി. എനിക്കറിയാം, ചെറിയ മക്കൾ 12 മണിയൊന്നും 20 ഇരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് പാട്ടിനോടുള്ള ഒരു ആസക്തി അത് ഷറഫ് അറിയാം. ഷറഫിനെ ഞാൻ പഠിക്കുന്ന കാലത്തും ഞാൻ ഷറഫ് ഒന്നിനൊന്നും വരിക ഇതിലൊന്നും പിന്നെ പാട്ട് പാടുക ഒന്നും അറിയില്ല, ഉണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത കാലത്താണ് ഷറഫിനെ വീട്ടിൽ പോയി ഞാൻ കൊച്ചുമോന്റെ കൂടെ പോയി പാട്ട് പാടി. പിന്നെ എന്തൊക്കെ പാട്ട് പാടാൻ കഴിയും അതൊക്കെ ചെയ്ത് യൂട്യൂബിലിട്ട് ലോകം മുഴുവൻ അതെത്തി. ഈ ഷറഫ് കാരണം ഇപ്പോഴെല്ലാം എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ആ പാട്ടൊന്നും കേൾക്കാറില്ല, എന്താ പറ്റിയത് എന്നൊക്കെ. ഞാൻ പറഞ്ഞ് വീണ്ടും കേൾക്കും, അടുത്ത് തന്നെ എന്ന് പറഞ്ഞിട്ടാ ഉള്ളത്. അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടാം. കുട്ടികളെല്ലാവരും ഏറ്റുപാടല്ലേ? ഒരു ചെറിയ പാട്ട് പാടണം. അമ്പിളി അമ്മാവനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? അമ്പിളി അമ്മാവൻ ആരാണ്? എവിടെയാ ഉള്ളത് അമ്പിളി അമ്മാവൻ? പറയൂ, ആരെങ്കിലും പറയൂ. ആകാശത്തില് വളരെ നല്ല ഉത്തരം കിട്ടണം. നമ്മള് എന്ത് ചോദിച്ചാലും മാഷ് നേരത്തെ പറഞ്ഞതുപോലെ, ശശി പറഞ്ഞതുപോലെ ഐ ഡോണ്ട് നോ എങ്കിലും പറയാൻ സാധിക്കണം. അപ്പൊ അമ്പിളി അമ്മാവൻ ആകാശത്തിൽ അല്ലേ? അപ്പൊ ചെറിയ പാട്ട് തുടങ്ങാം. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും? അമ്പിളി താരകൾ കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോ വരും? അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും? അമ്പിളി താരകൾ കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോ വരും? ഇന്നലെ രാത്രിയും കണ്ടില്ല, ഇന്നു വെളുപ്പിനും കണ്ടില്ല, ചന്ദനക്കിണ്ണവും ചെമ്മണി പൂവാൻ അമ്മാവൻ വന്നു വിളിക്കൂലേ, അമ്മാവൻ വന്നു വിളിക്കൂലേ? അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും? അമ്മിളി താരകൾ കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോ വരും? അത്താഴമുണ്ണാൻ എപ്പോ വരും? അത്താഴമുണ്ണാൻ എപ്പോ വരും? എല്ലാ ഭാഗങ്ങളിലും സ്കൂളിലെ ഏറ്റവും നല്ല നിലയിലെത്തട്ടെ എന്ന് ഒന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. Thank you, teacher, for sharing your beautiful lines.